എന്റെ എല്ലാ മിത്രങ്ങൾക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്ന കഥയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥ ആരംഭിക്കാം. നെൽപ്പരക്കുന്ന് എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലായിരുന്നു സേതുവും ഭാര്യ വിനീതയും താമസിച്ചിരുന്നത്. സേതുവിന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു പ്രദീപ് എന്ന ഞാൻ. കുഞ്ഞുനാളിലെ മുതൽ ഞങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വള്ളത്തിൽ കടലിൽ മീൻ പിടിക്കാൻ പോക്കാണ് ജോലി. മിക്ക ദിവസവും വൈകിട്ട് വള്ളത്തിലെ പണി കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് കുളിച്ച് ഡ്രസ്സു മാറി ഞാൻ നേരെ പോകുന്നത് സേതുവിന്റെ വീട്ടിലേക്കാണ്. വിനീത പാചകത്തിൽ അതീവ കൈപുണ്യമുള്ളവളാണ്. അവൾ ഉണ്ടാക്കുന്ന ആ കുടംപുളിയിട്ട ചൂരക്കറിയുടെ മണവും രുചിയും മതി ഏതൊരാൾക്കും ഒരു 2 പ്ലേറ്റ് ചോറ് തന്നെ ഇറങ്ങിപ്പോകും. മിക്കവാറും ഞാൻ അവിടെ പോകുമ്പോൾ ഒരു കുപ്പി കരുതുക പതിവാണ്. ഇതറിയാവുന്ന സേതുവിന്റെ ഭാര്യ നല്ല കപ്പ കുഴച്ചതും ചൂരക്കറിയും റെഡിയാക്കിയിട്ടുണ്ടാകും. ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നാണ് ഇത് ആസ്വദിക്കുന്നത്. സേതുവിനാണെങ്കിൽ 2-3 പെഗ് അകത്ത് ചെന്നാൽ പിന്നെ അവൻ ഏതോ സ്വപ്നലോകത്തായിരിക്കും. പിന്നെ പാട്ടായി, ചിരിയായി. സേതു നല്ലൊരു ഗായകനും കൂടിയാണ്. എല്ലാ വിരഹഗാനങ്ങളും പ്രേമഗാനങ്ങളും ഒക്കെയാണ് അവൻ പാടാറുള്ളത്. പാട്ടിനിടയിൽ പലപ്പോഴും ഞാനിരിക്കുന്ന കാര്യം പോലും മറന്ന് അവൻ വിനീതയുടെ കവിളിലും ചുണ്ടുകളിലും തടവാനും അവളോട് അടുത്തിടപഴകാനും അവൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വള്ളത്തിൽ പണിയില്ല. ഒരുച്ച സമയമായപ്പോൾ ഞാൻ പതിവ് പോലെ സേതുവിന്റെ വീട്ടിലേക്ക് ചെന്നു. എന്നത്തെയും പോലെ കൊണ്ടുചെന്ന സാധനം ഞങ്ങൾ 2 പേരും കൂടി ഓരോ ചെറുത് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വിനീതയാകട്ടെ തൊട്ടടുത്ത ബെഡ്റൂമിൽ മകളെ ഉറക്കുന്ന തിരക്കിലുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, സേതുവിന് അന്ന് പാട്ടൊന്നും വരുന്നില്ല. പുള്ളി എന്തോ വലിയ ഒരു ആലോചനയിലാണെന്ന് എനിക്ക് തോന്നി. അവന്റെ കണ്ണുകളിൽ എന്തോ ഒരുതരം അസ്വസ്ഥത നേർളിച്ചു നിന്നിരുന്നു. ഞാൻ പതിയെ അവനോട് ചോദിച്ചു, എന്താടാ സേതു, എന്തു പറ്റി നിനക്കെന്തോ ടെൻഷൻ ഉണ്ടല്ലോ, എന്താണ് കാര്യം? ഞാൻ ചോദിച്ചിട്ടും അവൻ അനങ്ങാതെ വിദൂരതയിലേക്ക് നോക്കിയിരുന്നു. അവൻ ഒന്നും ഉരിയാടാൻ കൂട്ടാക്കിയില്ലെങ്കിലും എന്റെ നിരന്തര നിർബന്ധത്തിന് വഴങ്ങി അവൻ അവന്റെ മനസ്സു തുറന്ന് തന്റെ സ്വകാര്യ ജീവിതത്തിലെ ചില കുറ്റങ്ങളെയും കുറവുകളെയും കുറിച്ചാണ് അവൻ എന്നോട് സംസാരിച്ചത്. തന്റെ ഭാര്യ വിനീതയ്ക്ക് തന്നേക്കാൾ കൂടുതൽ ശാരീരികമായ ആവശ്യങ്ങൾ ഉണ്ടെന്നും എന്നാൽ തനിക്ക് അവളെ പൂർണ്ണമായി അങ്ങോട്ട് തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ലെന്നും അവനൊരു ദീർഘനിശ്വാസത്തോടെ എന്നോട് പറഞ്ഞു. പ്രിയമിത്രങ്ങളെ, എന്നും പറയാറുള്ളത് പോലെ കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഒരു വിലമതിക്കാനാവാത്ത ലൈക്ക് പ്രതീക്ഷിക്കുന്നു. കഥയിലേക്ക് പോകാം. ഞാൻ അവനെ സൂക്ഷിച്ചൊന്ന് നോക്കി. എന്തുവാടാ സേതു നീ പറയുന്നത്? ഞാൻ ചോദിച്ചു. അതേടാ പ്രദീപേ, അവൾക്കിപ്പോൾ പണ്ടത്തെ പോലെ ഒരു താല്പര്യവും എന്നോടില്ല. അവൾക്കാണെങ്കിൽ ഇപ്പോഴും ഇക്കാര്യത്തിൽ കൂടുതൽ ആവേശമാണ് വേണ്ടത്. എനിക്കാണെങ്കിൽ എന്താണെന്ന് അറിയാൻ വയ്യ. വളരെ പെട്ടെന്ന് തന്നെ തളർച്ച അനുഭവപ്പെടുന്നു. സേതുവിന്റെ സംസാരത്തിൽ വലിയ നിരാശയുണ്ടായിരുന്നു. എടാ, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? അതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ മാർഗങ്ങളുണ്ടെന്ന് നിനക്കറിയാമോ? നീ പേടിക്കണ്ട, നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണാം, ഞാൻ പറഞ്ഞു. അവൻ ആകാംക്ഷയോടെ എന്റെ മുഖത്തേക്ക് നോക്കി. കുറെ സമയം കഴിഞ്ഞ് വിനീത കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട് ഞങ്ങളിരിക്കുന്ന ഹാളിലേക്ക് വന്നു. ഹാളിലാകട്ടെ ലഹരിയുടെ നേർത്ത ഗന്ധം അവിടെ ആകെ പടർന്നിരുന്നു. സേതു പതുക്കെ സംസാരം വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് തന്നെ വീണ്ടും വന്നു. വിനീത അത് കേട്ട് ആദ്യം ഒന്ന് അമ്പരന്നു. അവളുടെ മുഖം ആകെ ചുവന്നു തുടുത്തു വിവർണമായി. എന്നാൽ താൻ കൊണ്ടുവന്ന സാധനത്തിന്റെ ചെറിയ ലഹരി അവളുടെ തലയ്ക്ക് പിടിച്ചത് കൊണ്ടാകാം അവൾ ഒട്ടും കൂസലില്ലാതെ തന്നെ സംസാരിക്കാൻ തുടങ്ങി. അവൾ തന്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും തനിക്ക് വേണ്ട പരിഗണനയെക്കുറിച്ചും തുറന്നടിച്ചങ്ങ് പറഞ്ഞു. അവളുടെ ആ സംസാരം കേട്ടപ്പോൾ എന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത കോൾമയിർ തോന്നി. വിനീതയുടെ ആ ഗോതമ്പിന്റെ നിറമുള്ള കളറും ആ എന്തിനും പോന്ന വടിവത്ത ശരീരവും എന്റെ കണ്ണുകളിൽ ഒരു പ്രകാശവർഷം സൃഷ്ടിച്ചു. അന്ന് ആ സംസാരം അവിടെ സ്റ്റോപ്പ് ചെയ്തെങ്കിലും ഞങ്ങളുടെ ബന്ധത്തിൽ പുതിയ ഒരു പ്രസ്ഥാനം രൂപപ്പെടുകയായിരുന്നു. പിന്നീട് ഞങ്ങൾ പതിയെ വാട്സപ്പിലൂടെ ചാറ്റിംഗ് ആരംഭിച്ചു. വിവിധ തരത്തിലുള്ള ഫോട്ടോസും വീഡിയോസും പങ്കുവെക്കാൻ തുടങ്ങി. സേതു പലപ്പോഴും അവളുടെ മനോഹരമായ ചില ചിത്രങ്ങൾ എനിക്ക് അയച്ചു തരും. എനിക്ക് ആ ഫോട്ടോയൊക്കെ കാണുമ്പോൾ പലപ്പോഴും എന്റെ ഉറക്കം നഷ്ടപ്പെടാറുണ്ടായിരുന്നു. ഈ സംഭവത്തിന് ശേഷം കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. എന്റെ മനസ്സിൽ എപ്പോഴും വിനീതയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. ഓരോ തവണ അവളുടെ ഫോട്ടോയും കാണുമ്പോൾ ഞാൻ അവളിലേക്ക് കൂടുതൽ ആകൃഷ്ടനായിക്കൊണ്ടിരുന്നു. എന്റെ ഉള്ളിൽ വലിയൊരു കാമാഗ്നി എരിയുന്നുണ്ടായിരുന്നു. ഒരു ദിവസം, അതായത് ഒരു വ്യാഴാഴ്ച,
അന്ന് രാത്രി സേതു എനിക്കൊരു വോയിസ് മെസ്സേജ് വാട്സപ്പിലൂടെ അയച്ചു. ബാക്ക്ഗ്രൗണ്ടിൽ വിനീതയുടെ ചിരിയും അടക്കെയുള്ള സംസാരവും ഒക്കെ കേൾക്കാമായിരുന്നു. നാളെ നീ വീട്ടിൽ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാം, അതായിരുന്നു അവന്റെ വോയിസ് മെസ്സേജിൽ കൂടി അവൻ പറഞ്ഞത്. അന്ന് രാത്രിയിൽ എനിക്ക് തീരെ ഉറക്കം വന്നില്ല. പിറ്റേന്ന് വള്ളത്തിൽ പണിയില്ലാത്തത് കൊണ്ട് രാവിലെ തന്നെ ഞാൻ റെഡിയായി നല്ല ഡ്രസ്സൊക്കെ ധരിച്ചു. നേരെ സേതുവിന്റെ വീട്ടിലേക്ക് ചെന്നു. സേതുവിന്റെ വീട്ടിലെത്തിയപ്പോൾ എന്തോ വലിയൊരു നിശബ്ദത അവിടെ തളം കെട്ടിയിരുന്നു. ഞാൻ വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ അടുക്കളയിൽ എന്തോ കറി വെക്കുന്ന നല്ല മണം. എന്റെ മൂക്ക് തുളച്ചു കയറി. സേതു അകത്തു നിന്ന് ഇറങ്ങി വന്നു. എന്നെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് അവൻ എന്റെ അരികിലേക്ക് വന്നു. വാടാ പ്രദീപേ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. വിനീതയും അടുക്കളയിൽ നിന്നിറങ്ങി വന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഞാനൊന്ന് ചിരിച്ചു. എന്തോ അവളുടെ കണ്ണുകളിൽ ഇതേവരെ കാണാത്ത ഒരു തിളക്കം. നല്ല നീല നിറത്തിലുള്ള ഒരു നൈറ്റി ആയിരുന്നു അവളുടെ വേഷം. അതവളെ കൂടുതൽ സുന്ദരിയാക്കി. അവളുടെ അങ്കലാവണ്യങ്ങൾ കൂടുതൽ വ്യക്തമായിരുന്നു. ഞങ്ങൾ പതിവ് പോലെ ഹാളിലെ സെറ്റിയിലിരുന്നു. സേതു അകത്തു നിന്നൊരു പൊതി എടുത്തുകൊണ്ടുവന്ന് ടീപ്പോയുടെ പുറത്തേക്ക് വെച്ചു. വിനീത അടുക്കളയിൽ നിന്ന് 3 ഗ്ലാസും വെള്ളവുമായി വന്ന് അടുത്ത് കിടന്ന കസേരയിൽ ഇരിപ്പ് ഉറപ്പിച്ചു. സേതു തന്നെ ഒരു ഗ്ലാസ്സിൽ ചെറുതൊരെണ്ണം ഒഴിച്ച് വിനീതയ്ക്ക് കൊടുത്തു. അവൾ അതൊറ്റ വലിക്ക് അകത്താക്കി. പിന്നെ സേതു ഒട്ടും വൈകിയില്ല. അവൻ പതിവ് പോലെ കാര്യത്തിലേക്ക് കടന്നു. ഇതെല്ലാം കണ്ട് ഞാൻ കണ്ണു മിഴിച്ചിരിക്കുകയായിരുന്നു. ഗ്ലാസ് താഴെ വെച്ച് സേതു പറഞ്ഞു, പ്രദീപേ, നമ്മൾ സംസാരിച്ച കാര്യം നിനക്കറിയാമല്ലോ. എനിക്ക് വിനീതയുടെ സന്തോഷമാണ് വലുത്. നിനക്ക് അവളെ നന്നായി നോക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്നത്തെ ദിവസം മുതൽ നീ ഞങ്ങളുടെ ഈ ചെറിയ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അവന്റെ സംസാരം കേട്ട് ഞാൻ ആദ്യമൊന്ന് ഞെട്ടി. പെട്ടെന്നൊരു ചിരി ചിരിച്ചുകൊണ്ട് വിനീത കസേരയിൽ നിന്ന് എഴുന്നേറ്റ് സെറ്റിയിൽ എന്റെ അടുത്ത് വന്നിരുന്നു. അവളുടെ ശരീരത്തിന്റെ ചൂട് എനിക്ക് നല്ല രീതിയിൽ അനുഭവപ്പെട്ടു. പെട്ടെന്നാണത് സംഭവിച്ചത്. അവൾ പതുക്കെ തല എന്റെ തോളിലേക്ക് ചായച്ചു. സത്യം പറഞ്ഞാൽ ഇവിടെ എന്താണ് നടക്കുന്നത്? ഞാൻ ആകെ അസ്തപ്രജ്ഞനായിരിക്കുകയാണ്. നാണക്കേട് കൊണ്ട് ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിലെന്ന് ഞാൻ ചിന്തിച്ചു. പിന്നീടുള്ള നിമിഷങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി എഴുന്നേറ്റ് മുറിക്കകത്തേക്ക് പോയി. വിനീതയുടെ ശബ്ദം മുറിയിലാകെ പ്രതിധ്വനിച്ചു. അവളുടെ ഓരോ ചലനങ്ങളിലും ഒരു പുതിയ ലഹരി ഉണ്ടായിരുന്നു. ആ ചലനങ്ങളോട് ഞാൻ നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചുകൊണ്ടിരുന്നു. എല്ലാത്തിനും സാക്ഷിയായി സേതു ആ മുറിയിലെ കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു. അവസാനം വിനീതയുടെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ പൊടിഞ്ഞു. അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിതുമ്പിക്കൊണ്ട് അവൾ പറഞ്ഞു, ഇതാണ് എനിക്ക് വേണ്ടിയിരുന്നത്. സമയം ഒരുപാട് കടന്നുപോയി. അവസാനം വിനീത ഒരു നാണിച്ച ചിരിയുമായി മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഇതുപോലെയുള്ള സുന്ദര നിമിഷങ്ങൾ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. തന്റെ ഉറ്റ സുഹൃത്തിന്റെ സഹായത്തോടെ തന്നെ ഇങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും താൻ വിചാരിച്ചില്ല. അവൾ അടുക്കളയിൽ പോയി 2 ഗ്ലാസ്സിലായി കടുപ്പത്തിൽ 2 ചായ ഇട്ടുകൊണ്ടുവന്ന് എനിക്കും സേതുവിനും നൽകി. അവളുടെ മുഖത്ത് ഒരു വലിയ സംതൃപ്തി ഉണ്ടായിരുന്നു. സേതു എന്നെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. ഞങ്ങൾക്കിടയിൽ വാക്കുകളില്ലായിരുന്നു. എല്ലാവരും മൗനവ്രതത്തിലായിരുന്നു. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം എന്റെ ജീവിതം ആകെ മാറി. സേതുവും വിനീതയും എന്റെ സുഹൃത്തുക്കൾ മാത്രമല്ല, അവർ എന്റെ കുടുംബത്തിന്റെ ഭാഗമായി തന്നെ മാറി. വിവാഹം കഴിക്കാത്ത ആരോരുമില്ലാത്ത എനിക്ക് അവർ 2 പേരും ഒരു തുണയായി. ഞങ്ങളുടെ ഈ രഹസ്യബന്ധം നാട്ടുകാർ ആരും അറിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ 3 പേരും അത് നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി.